ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നവതിയുടെ നിറവിലെത്തി നിൽക്കുന്ന കുഴിമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാന യൂണിറ്റിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തും. മുന്നോട്ടുള്ള കാൽച്ചുവടുകളിൽ ദൈവത്തിന്റെ അളവറ്റ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാന യൂണിറ്റുകളിൽ പ്രവർത്തന മികവുകൊണ്ടും മാതൃക കൊണ്ടും മികച്ച യൂണിറ്റിലുള്ള ബഹുമതി കരസ്ഥമാക്കിയ നിങ്ങളെ അഭിനന്ദിക്കട്ടെ. വിശ്വാസ സമൂഹത്തിലെ യുവജനങ്ങളിലും ആത്മീയ അബോധം ഉളവാകുവാൻ തക്കവണ്ണം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും നേരിടും. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വേദവാക്യം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ പ്രതിപാദിക്കുന്ന നിർധനയായ വിധവയുടെ ഉപമയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ധനവാന്മാർ പലരും വളരെയിട്ടു, എന്നാൽ നിർധനയായ വിധവയോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതെല്ലാം വിട്ടു എന്നാണ്. നിർധനയായ വിധവയുടെ ആ കാഴ്ചയർപ്പണത്തെ യേശുക്രിസ്തു പ്രകീർത്തിക്കുകയും അതിനെ മാതൃകയായി എടുത്തു കാണിക്കുകയും ചെയ്തു. ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് വളരെ ഇട്ടു, എന്നാൽ എല്ലാം ഇട്ടില്ല എന്ന് നമുക്ക് കാണാം. നിർധനയായ വിധവയോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതെല്ലാം കാഴ്ചയായി അർപ്പിക്കുന്നു. ഈ സ്ത്രീക്ക് 2 പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് കാണാം. 1, അവൾ വിധവയാണ്. 2, അവൾ നിർധനയാണ്. ആരും ആശ്രയമില്ലാത്തവർ, എന്നാൽ ദൈവം മാത്രം ആശ്രയമായി ഉള്ള. മേൽപ്പറഞ്ഞതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒന്നാമത്തെ ആശയം, ഞെരുക്കത്തിൽ നിന്ന് ഇല്ലായ്മയിൽ നമ്മൾ നൽകുന്ന കാഴ്ചകൾക്ക് ദൈവസന്നിധിയിൽ സ്വീകാര്യതയുണ്ട് എന്നതാണ്. നമുക്കെല്ലാം ഉണ്ടായിട്ട് സംതൃപ്തരായിട്ട് ഒരാളെയും സഹായിക്കുവാൻ കഴിയണമെന്നില്ല. എന്നാൽ നമുക്കുള്ളിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് മറ്റുള്ളവരെ നാം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ എളിയവരിൽ ഒരുത്തരം ചെയ്തിടത്തോളമെല്ലാം എനിക്കാവുന്നു ചെയ്തതെന്ന ക്രിസ്തുവാക്യം നമുക്ക് ഓർക്കാം. 2ാമത്തെ ആശയം, തനിക്കുള്ളത് മുഴുവൻ ഇട്ടു എന്നുള്ളതാണ്. ധനവാന്മാർ പലരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് വളരെ ഇട്ടു, എല്ലാം ഇട്ടില്ല എന്ന് നമുക്ക് കാണാം. വൃദ്ധനായ വിധവയോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളത് മുഴുവൻ ഇട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞതിൽ ആ വിധവയുടെ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ പൂർണ്ണത നമുക്ക് ദർശിക്കാം. തനിക്കുള്ളത് മുഴുവൻ കൊടുത്താലും തനിക്ക് ഒന്നുമില്ലാതായാലും എല്ലാം ഉള്ളവനായ ദൈവം തന്നെ സ്നേഹിക്കും, കരുതും എന്നുള്ള ആ വിധവയുടെ വിശ്വാസം നമുക്ക് മാതൃകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ, നന്മകളെ പരപ്രയോജനത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.